ബോംബെറിഞ്ഞിട്ടോ മിസൈൽ വിട്ടിട്ടോ ഇന്ത്യയുടെ അടുത്ത് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിയപ്പം ഇപ്പോൾ പാകിസ്ഥാനികൾ ചെയ്യുന്ന അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഫേക്ക് ന്യൂസുകൾ പുറത്തു വിട്ടിട്ട് ഇന്ത്യക്കാരെ പാനിക്കാക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഇന്ത്യക്കാർക്ക് ബോധമുള്ളതുകൊണ്ട് മനസ്സിലാവും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സിൽ അത്രത്തോളം കോൺഫിഡൻസ് നമുക്കുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ വരുന്ന സമയത്ത് നമുക്ക് ഇവന്മാരെ പിടിച്ച് ഭിത്തിയിൽ ഉരയ്ക്കാൻ തോന്നുന്നുണ്ട്. ഇവന്മാരുടെ മുഖം പിടിച്ച് ഭിത്തിയിൽ ഉരയ്ക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഇപ്പം നമുക്കില്ല. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്തരത്തിൽ കാണുന്ന ഫേക്ക് ന്യൂസുകൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ കാണുന്ന ആ ഒരു ഫേക്ക് ന്യൂസിന്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്കോ ആ ഒരു പോസ്റ്റിന്റെ ലിങ്ക് ഉൾപ്പെടെ വെച്ചിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ഐ ഡിയിൽ നിന്നോ വാട്സപ്പ് നമ്പറിൽ നിന്നോ തിരിച്ച് റിപ്ലൈ ഒന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ നമ്മളിത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി തന്നെ അവർ ആക്ഷൻ എടുക്കും. കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഈ പോസ്റ്റുകൾ ഇന്ത്യൻ ഗവൺമെന്റ് അതിനകത്തിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുന്നതും കാണാൻ പറ്റും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പാകിസ്ഥാനികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യക്കാരുൾപ്പെടെ പല ഫേക്ക് ന്യൂസുകളും ഇപ്പോൾ പടച്ചു വിടുന്നുണ്ട്. അത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ കാണുന്ന സമയത്ത് മാക്സിമം അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് ഈ കാര്യം മനസ്സിലാക്കി വെക്കാൻ പറയും.